വളരെ നാളത്തെ പരിശ്രമ ഫലമായാണ് കോയമ്പത്തൂരിലേക്കൊരു ട്രാൻസ്ഫർ ആകാനായത്. ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഭാര്യ, അവളുടെ കുടുംബസ്വത്തായി കിട്ടിയ വീട്ടിൽ തനിച്ച് താമസം. പക്ഷെ തനിച്ചെന്ന് പറയാൻ കഴിയില്ല. ഒരു തമിഴ് ഫാമിലി, അതിനു മുകളിലെ നില ഒരു പയ്യനും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് കൂട്ടിനായി +1 പഠിക്കുന്ന അനുജത്തി, അവളുടെ സുഹൃത്ത് തന്നെയാ. നോർത്ത് ഇന്ത്യയിൽ ഒരു ഓണം കേരമൂലയിലുള്ള ബ്രാഞ്ചിൽ നിന്ന് വിടുതൽ കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമായിരുന്നു. ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും സുഖസമൃദ്ധിയിലേക്ക് എത്തിക്കാൻ മാത്രമറിയാവുന്ന ഉണങ്ങിക്കരിഞ്ഞ ജീവികളുടെ നാട്. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണും ആ ഗ്രാമത്തിൽ കണ്ടിട്ടില്ല. പ്രേമിച്ച് വിവാഹം കഴിച്ച ഞാനും ഭാര്യയും അങ്ങനെ കൈപിടിച്ചും കഴിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് കഴിയാൻ കിട്ടിയ അവസരം ഭാഗ്യക്കുറിയെന്നല്ലാതെ പിന്നെന്ത് പറയും. അവളുടെ അനുജത്തിയുടെ അവിടുത്തെ താമസം ഭാര്യ മാധിക വലിയ അനുഗ്രഹമായാണ്ട് തോന്നിയിരുന്നതെങ്കിലും അവിടേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അത് ഞങ്ങളുടെ സൈരവിഹാരങ്ങൾക്ക് ഒരു തടസ്സമാവില്ലേ എന്ന് സ്വാർത്ഥത മനസ്സിൽ നാമ്പെടുക്കാൻ തുടങ്ങി. പക്ഷെ അവൾ വീട്ടിലുള്ളപ്പോൾ നടക്കുമോ എന്ന ഭയം എന്നെ വളരെ അലട്ടിയിരുന്നു. സ്ഥലത്തെത്തി കുറച്ചുനാൾ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പലപ്പോഴും അവൾക്ക് ഹരം കയറി തുടങ്ങിയാൽ പിന്നെ അവളുടെ വാ പൊത്തിപ്പിടിക്കേണ്ട ഗതികേട്. ഇടി തൊട്ട അടുത്ത മുറിയിൽ അനുജത്തിയുണ്ടെന്നും ഒച്ച വെക്കരുതെന്നും മറ്റും പറഞ്ഞാൽ അവൾക്ക് യാതൊരു മാറ്റവുമില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്ട് ചേട്ടാ, അതൊന്നും സാരമില്ല എന്നാണ് അവളുടെ മറുപടി. എന്തൊക്കെയായാലും ഞങ്ങളുടെ മാറ്റിവെച്ച ഹണിമൂൺ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എന്റെ കമ്പനിക്ക് കോയമ്പത്തൂർ ഓഫീസ് ഇല്ലാത്തതിനാൽ വീട് തന്നെയാണ് ഓഫീസ്. കസ്റ്റമേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ട മാത്രമാണ് ജോലി. ബാക്കിയെല്ലാം വീട്ടിലിരുന്ന് ചെയ്യേണ്ട പേപ്പർ വർക്ക്സ് മാത്രം. അതിനാൽ ഓഫീസിൽ പോകലോ വർക്കിംഗ് ഹവേഴ്സ് എന്ന റൂട്ടീനോ ഒന്നുമില്ല. എല്ലാം സ്വന്തം ഇഷ്ടത്തിന്റെ. കാര്യമായ ജോലിയില്ലാത്ത ദിവസങ്ങളിൽ രാധിക വരുന്നതും കാത്തിരിപ്പുമാണ്. വന്നാലുടനെ മുറിയിൽ കയറി വാതിലടച്ചൽ പിന്നെ മാമാങ്കമാണ്. അതിനാൽ അനുജത്തി അമ്മിണിയെ ഞങ്ങൾ അമ്മുൻ വിളിക്കും. ശ്രദ്ധിക്കാറില്ല. മുട്ടിങ്ങാത്ത സ്കേർട്ടും ഷർട്ടും ടൈയുമായി വെള്ള സ്റ്റോക്കിംഗ്സുമിട്ട് നടന്നു വരുന്ന കാണുമ്പോൾ സ്കൂളിത്തെ വേഷത്തിൽ. ഈയിടെ അവൾക്ക് എന്നെ കാണുമ്പോൾ ഒരു തരം വല്ലാത്ത പൂഞ്ചിരി, എന്തോ അർത്ഥം വെച്ചുള്ള മാതിരി. അവൾ ഞങ്ങളുടെ മുറിയിൽ നിന്നുയരുന്ന ശബ്ദങ്ങളും മറ്റും ശ്രദ്ധിക്കുന്നുണ്ടാകും. സംഗതി മാറി മാറി ജജിച്ചു നോക്കുവാനുള്ള പരുഷന്റെ ബലഹീനതയും ബഹ്മാവ് തന്നെയാണല്ലോ കൊടുത്ത്. യാതൊരു കാരണവശാലും സൃഷ്ടിക്ക് ക്ഷാമം വന്നുകൂടെന്ന് മൂപ്പർ കരുതി കാണും. അല്ലാതെ ഇങ്ങനെയുണ്ടോ ഒരു സുനാപ്പ? അതിനിപ്പോ ബന്ധങ്ങൾക്കൊന്നും ഒരു തടസ്സവും കാണുന്നില്ല. അമ്മ പെങ്ങന്മാരെന്നൊന്നും സാഹചര്യം ഒത്തുവന്നാൽ ചിന്തിക്കാനുള്ള വിവേകം ബഹ്മാവ് തന്നെയല്ലേ എടുത്തു കളഞ്ഞു. അതോ മനുഷ്യനുണ്ടാക്കിയ നിയന്ത്രണമോ? അതെന്തെങ്കിലും ആകട്ടെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അമ്മുവിനെ പലതവണ മുട്ടി നോക്കി. പക്ഷെ അവൾ അടുക്കുന്ന ലക്ഷണമില്ല. അവളുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കിക്ക് ആണ് എന്റെ പ്രധാന പരിപാടി. കാണാൻ കിട്ടാതാവുമ്പോഴാണല്ലോ മോഹങ്ങൾ കൂടുതൽ ശക്തമാവുക. പതിവ് പോലെ അവളില്ലാത്ത നേരത്ത് മുറി പരിശോധന തുടങ്ങി. ആദ്യം ഓട്ടമെത്തുക മൂഷിച്ചിട്ടിരിക്കുന്നതിൽ ആണ്. അവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. അതിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ തനിച്ചായതിനാൽ കുഴപ്പങ്ങൾ ഒന്നും ഉണ്ടാകേണ്ടെന്ന് കരുതിയാകാം. ഭാര്യ വന്നതിന് ശേഷമേ അധികവും വീട്ടിലുണ്ടാകൂ. അതിനാൽ എന്നോട് കൂടുതൽ അടുക്കുവാൻ അവൾക്ക് ഒരു മടിയായിരുന്നു. അന്നൊരിക്കൽ അമ്മ മുകളിലാണ്ട്. അപ്പോഴാണ്ട് മുകളിലെ ഫാമിലിക്കാർ പുറത്തു നിന്റെ വരുന്നത് കണ്ട്. ക്ലേഡ, അപ്പോൾ ഈ നേരമതയും അമ്മു എവിടെയായിരുന്നിരിക്കാം. പോർച്ചിൽ മനസ്സകുരുട്ടു ബുദ്ധി ഉടനെ പറഞ്ഞു, എന്തോ ചുററിക്കുളിയുണ്ട് മോനെ. അവർ പിന്നീടൊന്നും ചോദിച്ചില്ല. സെക്കൻഡ് ഫ്ലോറിൽ വീടടഞ്ഞു കിടക്കുന്നു. ചുറ്റിപ്പറ്റി നടപ്പോൾ ഒരു വെന്റിലേറ്റർ തുറന്നു കിടപ്പുണ്ട്. മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള ഇരുമ്പു കോണിയിൽ നിന്നാൽ മുറിക്കുകം വ്യക്തം. ഊഹം തെറ്റിയില്ല.
പയ്യനും അമ്മുവും സോഫയിലിരുന്നു TV കാണുകയാണ്. അമ്മുവിന്റെ മുഖത്തെ ഭാവരസങ്ങൾ കണ്ടാലറിയാം പ്രോഗ്രാം നോൺ വെജിറ്റേറിയൻ ആണ്. ശബ്ദം തീരെ കുറച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോളെ കാര്യം PT നീങ്ക പുരുഷന്മാർക്ക് വേണ്ടി പഠിച്ചത്. അമ്മുവിന്റെ കമന്റ് കേട്ടപ്പോൾ കാര്യം പിടികിട്ടി. ഹോ, അവർ കാര്യമായ ചർച്ചയിലാണ്. സുനിൽ അവളോട് ചേർന്നാണ്ടിരിക്കുന്നത്. ഉദ്ദേശിച്ച പോലെ തന്നെ അവന്റെ കൈകൾ അവളുടെ ഓറഞ്ച് തലോടുന്നുണ്ട്. സംഗതി ഫിലിം കാണാൻ വലിയ താല്പര്യമില്ലെങ്കിലും അമ്മുവിന്റെ അവന്റെ കൈ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. യാതൊരു എതിർപ്പും കാണുന്നില്ല. അപ്പോൾ ഇവർ പരിപാടികളെല്ലാം മുൻപേ തുടങ്ങിയവരാണ്ട്. കൊള്ളാം, ഇവളെ വളയ്ക്കാൻ പ്രയാസമുണ്ടാകില്ല. ഇനി വല്ല ദിവ്യപ്രേമമോ മറ്റോ ആണെങ്കിലേ തകരാറുള്ളൂ. അവൾ ഇക്കിളിയോടെ യുനോട്ടി. ഉച്ചകഴിഞ്ഞ് വീടിന്റെ മുകളിലത്തെ നിലയിൽ സുനിലും അമ്മുവും തനിച്ചായ ആ നിമിഷം മുതൽക്കാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അമ്മുവിന്റെ വശ്യമായ പെരുമാറ്റവും അവളുടെ സംസാര ശൈലിയും സുനിലിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. തന്റെ ഭാര്യ രാധികയുടെ അനിയത്തി എന്നതിലുപരി അമ്മുവിൽ താൻ കാണുന്ന ആ പ്രത്യേക ആകർഷണത്തെക്കുറിച്ച് സുനിൽ ചിന്തിച്ചു. സുനിലിന്റെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുപോയി. അമ്മുവിന് അവനോട് തോന്നുന്ന അടുപ്പം വെറുമൊരു ബഹുമാനമാണോ അതോ അതിലുപരി മറ്റെന്തെങ്കിലുമാണോ എന്ന് അവൻ സംശയിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും ഗൗരവകരമായ തലങ്ങളിൽ നിന്ന് മാറി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. നോക്കൂ അമ്മു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സുനിൽ ചോദിച്ചു. അമ്മു അല്പം നാണത്തോടെ തല താഴ്ത്തി. അവളും സുനിലും തമ്മിലുള്ള ആ രഹസ്യമായ ആത്മബന്ധം അവിടെ കൂടുതൽ ദൃഢമാവുകയായിരുന്നു. രാധികയോടുള്ള തന്റെ ഉത്തരവാദിത്തങ്ങളും സ്നേഹവും ഒരു വശത്ത് നിൽക്കുമ്പോഴും അമ്മുവിന്റെ സാമീപ്യം സുനിലിനെ വല്ലാതെ ഉന്മത്തനാക്കി. അവൾക്ക് തന്നോടുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ സുനിൽ അതെങ്ങനെ തന്റെ വഴിക്ക് കൊണ്ടുവരാം എന്ന് പ്ലാൻ ചെയ്തു. അമ്മുവിന്റെ ഓരോ ചലനങ്ങളും സുനിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവൾ തന്റെ അടുത്ത് വരുമ്പോൾ കാണിക്കുന്ന ആ പ്രത്യേക തരം ചമ്മലും നാണവും അവനെ കൂടുതൽ പ്രേരിപ്പിച്ചു. രാധികയുടെ അഭാവത്തിൽ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പതിവായി. ഒരിക്കൽ അമ്മു സുനിലിനോട് പറഞ്ഞു, സുനിലേട്ടാ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. ചേച്ചി ഇതറിഞ്ഞാൽ. സുനിൽ അവളെ ആശ്വസിപ്പിച്ചു. നീ അതോർത്ത് വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാം. രാധികയ്ക്ക് നിന്നെയും എന്നെയും ഒരുപോലെ ഇഷ്ടമാണ്. ഈ രഹസ്യം നമുക്കിടയിൽ തന്നെ നിൽക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ കൂടുതൽ അടുത്തു. അമ്മു തന്റെ പ്രോജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സുനിലിന്റെ സഹായം തേടി അവന്റെ മുറിയിലെത്തുമായിരുന്നു. സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന അവളുടെ നിഷ്കളങ്കതയും അതേസമയം അവളിൽ വളർന്നുവരുന്ന യൗവനത്തിന്റെ തിളക്കവും സുനിലിനെ വല്ലാതെ ആകർഷിച്ചു. ജനാലയിലൂടെ വരുന്ന കാറ്റിൽ അവളുടെ മുടിയിഴകൾ പറക്കുമ്പോൾ അവളോടുള്ള തന്റെ ആഗ്രഹം അവന് നിയന്ത്രിക്കാൻ കഴിയാതെയായി. അവർ തമ്മിലുള്ള ബന്ധം വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല. സ്പർശനങ്ങളിലൂടെയും അർത്ഥഗർഭമായ നോട്ടങ്ങളിലൂടെയും അവർ തങ്ങളുടെ ഇഷ്ടങ്ങൾ പങ്കുവച്ചു. രാധികയ്ക്കും ഇവരുടെ മാറ്റങ്ങളിൽ ചെറിയ സംശയങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. അനിയത്തിയുടെ പെരുമാറ്റത്തിലെ പക്വതയില്ലായ്മയും സുനിലിന്റെ അമിതമായ താല്പര്യവും അവളെ അസ്വസ്ഥയാക്കി. എങ്കിലും തന്റെ കുടുംബം തകരാതിരിക്കാൻ അവൾ അതെല്ലാം ഉള്ളിലൊതുക്കി. സുനിൽ തന്റെ പ്ലാനുകൾ വിപുലീകരിച്ചു. അമ്മുവിനെ പൂർണമായും തന്റെ വശത്താക്കിയാൽ പിന്നീട് രാധികയും ഇതിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാകുമെന്ന് അവൻ കരുതി. ഒരു സന്തുഷ്ട കുടുംബം എന്ന വ്യാജേന തനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാം എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. ഒരു ദിവസം ആരും വീട്ടിലില്ലാത്ത നേരത്ത് സുനിൽ അമ്മുവിനെ തന്റെ ബെഡ്റൂമിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് അവർ തങ്ങളുടെ വികാരങ്ങൾ പരസ്പരം പങ്കുവച്ചു. ലോകം എന്തു കരുതും എന്നതിനേക്കാൾ ഉപരി ആ നിമിഷം അവർ അനുഭവിച്ച ആവേശം അവർക്ക് വലുതായിരുന്നു. ആ ബന്ധത്തിന്റെ കെട്ടുപാടുകളിൽ അവർ രണ്ടുപേരും സന്തോഷം കണ്ടെത്തി. താൻ കാണുന്ന ഈ സ്വപ്നങ്ങൾ ഒരു ദിവസം വെളിച്ചം കാണുമെന്നും അന്ന് രാധികയും തങ്ങളോടൊപ്പം ചേരുമെന്നും സുനിൽ സ്വപ്നം കണ്ടു.
വഞ്ചനയുടെയും രഹസ്യങ്ങളുടെയും ആ ലോകത്ത് സുനിലും അമ്മുവും തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. ഇതിന്റെ ബാക്കി കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ.